को अल्लाह ताला जहन्नम में क्यों डाल रहा है? अल्लाह वालों ने हमको बतलाया है। आसार तौहीद आसारी अगर वो हासिल करता, अगर नफ्स अम्मारा को अगर पाक करता, क्या समझता ये मेरी मिल्क नहीं अल्लाह की मिल्क है, ये मेरी मिल्क नहीं अल्लाह की मिल्क। अल्लाह जब मालिक है, उसकी राह में लुटा रहा हूं तो फिर मेरा नाम व नमूद क्या है? मेरे नाम व नमूद क्या है? मेरी इज्जत मेरी शोहरत क्या है? उसकी मिल्क है, उसकी तरफ जा रहा है, वो ले रहा है। तौहीद आसारी जब बंदे के अंदर आ जाती है, नफ्स अम्मारा जब पाक हो जाता है, तो कभी वो जहन्नम का मुस्तहिक नहीं बनता, बल्कि वह अल्लाह की रजा का मुस्तहिक बनता है। ബഹുമാനികളെ, ഈ ധർമ്മിഷ്ഠനായ മനുഷ്യൻ നരകാവകാശിയായി എന്ന് പറയുമ്പോൾ എന്തിൻ്റെ പേരിലാണ് നരകാവകാശിയാകുന്നത്? ധർമ്മം ചെയ്യാത്തത് കൊണ്ടല്ല, ദാനം ചെയ്യാത്തത് കൊണ്ടല്ല. അള്ളാഹുവിൻ്റെ അഹ്ലുകാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അഥവാ നാം ആസാറിലുള്ള തൗഹീദ് ആസാരി മനസ്സിലാക്കുകയും അതടിസ്ഥാനത്തിൽ നഫ്സ് അമ്മാറയെ ശുദ്ധീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ അടിമ മനസ്സിലാക്കുക എന്താണ്? ഈ മുതലി എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഉടമസ്ഥനല്ല, ഇതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഞാൻ ഒരിക്കലും ഇതിൻ്റെ ഉടമസ്ഥനല്ല. ഏതൊരുത്തൻ്റെ ഉടമസ്ഥയിലുള്ള മുതലാണോ ആ മുതൽ അവൻ്റെ വഴിയിൽ ചെലവാക്കപ്പെട്ടു എന്നതുകൊണ്ട് എനിക്കിവിടെ എന്ത് പേരും എന്ത് സ്ഥാനവുമാണ് ലഭിക്കാനുള്ളത്? അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തു അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കപ്പെട്ടു, അതിലെനിക്കൊരു പ്രശസ്തിക്കോ പേരിനോ യാതൊരു വകുപ്പുമില്ല എന്ന നിലയിൽ ഈ അമ്മാറ ശുദ്ധിയാക്കിയാള് പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെലവഴിക്കുക എന്നുള്ള ചുറ്റുപാട് ഒരിക്കലും അയാൾ ഉണ്ടാവുകയില്ല. അതിൻ്റെ പേരിൽ തന്നെ ചെലവഴിച്ചതിൻ്റെ പേരിൽ നരകാവകാശിയാവുകയല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് റിളാഹിന് പാത്രീഭൂതനായി ഈ അടിമ മാറുന്നതാണ്. शहीद को अल्लाह जहन्नम में क्यों डाल रहा है? ഈ ഷഹീദായ വ്യക്തിത്വത്തെ അള്ളാഹു തആല നരകത്തിലെറിയുന്നത് എന്തിന്റെ പേരിലാണ്? अल्लाह वालों ने हमको बतलाया वो तौहीद अफ़ाली को नहीं जाना है. അള്ളാഹിന്റെ അഹ്ലുകാർ നമ്മോട് പറഞ്ഞു അയാൾക്ക് തൗഹീദ് അഫ്ആലി അറിഞ്ഞുകൂടാ. अगर वो तौहीद अफ़ाली को जान लेता, अगर वो नफ्स लव्वामा से पाक हो जाता, क्या कैफियत होती? मौला ये क़ुव्वत मेरी नहीं, ये क़ुव्वत तेरी है, ये क़ुव्वत तेरी है। ये जब क़ुव्वत तेरी है तो फिर मैं कैसा ये शहादत का जाम पी सकता हूँ? अगर ये क़ुव्वत मेरी है तो ये शहादत का जाम पीना कोई फायदा नहीं। ये तेरी है, तू इसे कुर्बान किया है, तो इसमें नाम व नमूद का क्या है? इज्जत का क्या, शोहरत का क्या, लोगों को बताने का क्या है, रिया का क्या मामला है, उजुब का क्या मामला है, बुजुर्गों तकब्बुर का क्या मामला है? तेरा है, तू अपने लिए इसको कबूल किया है। मेरे लिए सबसे बड़ी खुशखबरी की बात यह है, खुश नसीबी की बात यह है कि तूने मुझे शहादत का मकाम तो अता किया है, तूने मुझे शहादत का काबिल तो समझा है। वो बंदा शुक्र में जिंदगी बसर करता है, ना कि वो अपने इज्जत और शोहरत के लिए। अगर वो तौहीद अफ़ाली हासिल कर लेता, उस पर अपनी जिंदगी को गुजारता, हर वक्त ये कैफियत में रहता, अल्लाह ताला उसको मकाम अता करता। ഈ അള്ളാഹിന്റെ വഴിയിൽ ഷഹീദാകുന്ന ഈ വ്യക്തി അഥവാ അഫ്ആലിലുള്ള തൗഹീദ് മനസ്സിലാക്കി ലവ്വാമ എന്ന് പറയുന്ന നഫ്സിന്റെ വികൃതിയിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണെങ്കിൽ അയാൾ മനസ്സിലാക്കുന്ന എന്താകും? എനിക്ക് സ്വന്തമായി ഖുവ്വത്തില്ല, ഖുവ്വത്ത് അല്ലാഹു തആലാക്ക് മാത്രമാണുള്ളത്. ഈ ഖുവ്വത്തില്ലാത്ത ഞാൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നവനായി മാറുക? ഞാൻ എങ്ങനെയാണ് ഷഹാദത്തിന്റെ പദവി പ്രാപിക്കുക? ഇന്ന് ഷഹാദത്തോ അല്ലെങ്കിൽ യോദ്ധാവായിക്കൊണ്ട് യുദ്ധം ചെയ്യാനുള്ള യോഗ്യതയോ ഇതൊക്കെ എനിക്ക് ലഭ്യമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഖുവ്വത്ത് അവൻ്റെ ഔദാര്യത്താൽ അവൻ പകർന്നതിൻ്റെ പേരിലാണ്. എനിക്കിതൊന്നും സ്വന്തമായി ചെയ്യാനുള്ള യാതൊരു യോഗ്യതയുമില്ല. അതുകൊണ്ട് എനിക്കതിൻ്റെ മേൽ അഭിമാനം കൊള്ളാനോ യോഗ്യനാണെന്ന് പറയാനോ യാതൊരു വകുപ്പുമില്ല എന്ന് മനസ്സിലാക്കി മറിച്ച് അയാൾ കാണുന്നത് എന്തായിരിക്കും? ഈ ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു ശക്തിയുമില്ലാത്ത എനിക്ക് അല്ലാഹു തആല അവൻ്റെ ഫളല് കൊണ്ട് ശക്തി പകർന്ന് അവൻ്റെ വഴിയിൽ ജീവൻ അർപ്പിക്കാൻ എന്നെ തെരഞ്ഞെടുത്തല്ലോ, അതിന് എന്നെ അല്ലാഹു തആല അതിനുള്ള സൗഭാഗ്യം നൽകിയല്ലോ എന്ന് മനസ്സിലാക്കി അയാൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവനും ശുക്ർ ചെയ്യുന്നവനുമായിരിക്കും. അയാൾ ഒരിക്കലും അതിൽ അഹങ്കരിക്കുകയോ അഭിമാനം കൊള്ളുകയോ അതല്ലെങ്കിൽ അതിൽ ലോകമാന്യം കാണിക്കുകയോ
പ്രസിദ്ധി ആഗ്രഹിക്കുകയോ ഒരിക്കലും തന്നെ ചെയ്യുകയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തിയത് ഈ തൗഹീദ് അഫ്ആലി മനസ്സിലാക്കി ലവ്വാമ എന്ന് പറയുന്ന നഫ്സിന്റെ രോഗങ്ങളെ മാറ്റാത്തത് കൊണ്ടാണെന്ന് അള്ളാഹുവിന്റെ അഹ്ലുകാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. आलिम को जहन्नम में क्यों ढकेला जा रहा है? ആലിമിനെ നരകത്തിലേക്ക് എറിയുന്നതിന്റെ കാരണം എന്താണ്? अल्लाह वालों ने, हमारे पीरों ने हमको बतलाया है, वो तौहीद सिफाती को नहीं जाना. वो അള്ളാഹുവിന്റെ അഹ്ലുകാർ നമ്മുടെ മശായിഖന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു, അയാൾക്ക് തൗഹീദ് സിഫാത്തി എന്താണെന്ന് അറിഞ്ഞുകൂടാ. अगर वो तौहीद सिफाती को जान लेता, समझ जाता, नफ्स मुल्हिमा को अपने अंदर से दूर कर लेता, उसके अंदर कभी आता मैं आलिम हूँ बस के, बल्कि उसके अंदर हमेशा एक कैफियत होती, मैं जाहिल तू आलिम है, मैं जाहिल हूँ तू आलिम है. वो हमेशा अल्लाह के सिफात को मद्दे नजर रखते हुए, अपनी हकीकत को मलहूज रखकर जब वो अपनी जिंदगी गुजारता है तो फिर उसके अंदर रिया नहीं आ सकता, उजुब नहीं आ सकता, सुमा नहीं आ सकता, वह नामो नमूद के लिए जिंदगी नहीं गुजार सकता. उसके अंदर हमेशा ये कैफियत बरकरार रखती है और ये मामला रहता है कि मैं जाहिल हूँ, मैं जाहिल हूँ, मैं जाहिल हूँ, तू आलिम है, तो अपने इल्म के फैजान से मुझ जैसे खताकार को नवाज रहा है. ഈ വ്യക്തിയെ, ഈ ആലിമായ വ്യക്തി നരകത്തിലെറിയപ്പെടുന്നതിന്റെ കാരണം എന്താണ്? നമ്മുടെ മശായിഖന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ഈ വ്യക്തി അഥവാ തൗഹീദ് സിഫാത്തി അഥവാ അറിഞ്ഞിരുന്നുവെങ്കിൽ അയാൾ എപ്പോഴും മനസ്സിലാക്കുക എന്താണ്? ആലിം എന്നുള്ള സിഫത്ത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവെ നീയാണ് ആലിം, ഞാൻ ഒരു ജാഹിലാണ്, എനിക്കൊന്നും തന്നെ അറിഞ്ഞുകൂടാ, ഈ അറിവില്ലാത്ത എന്നെ ഇൽമിന്റെ ഫള് കൊണ്ട് അനുഗ്രഹിച്ചത് നീയാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും അല്ലാഹു തആല അവന്റെ സിഫാത്തിന്റെ ഫൈളാനിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുണങ്ങൾ എന്താണെന്നും ഉണർന്നറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാൾ എങ്ങനെയായിരിക്കും ഞാൻ ആലിമായി, ഞാൻ പ്രസിദ്ധിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തു എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥ അയാൾ എങ്ങനെ വരാനാണ്? അയാൾ തന്നെക്കുറിച്ച് എപ്പോഴും മനസ്സിലാക്കുക, ഞാൻ അറിവില്ലാത്ത ജാഹിലാണ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അറിവുള്ളവൻ അല്ലാഹു തആല മാത്രമാണ് എന്ന കാഴ്ചപ്പാടിൽ മുൽഹിമ എന്ന് പറയുന്ന ആ നഫ്സിന്റെ രോഗങ്ങളെ അയാൾ മാറ്റിയിരുന്നുവെങ്കിൽ അയാൾ ഒരിക്കലും ലോകമാന്യം റിയാ വരൂലായിരുന്നു. ആ സുംഅ പ്രസിദ്ധിക്ക് വേണ്ടി ചെയ്യുക എന്നുള്ള അവസ്ഥ അയാളുടെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. റുജുബ്, പൊങ്ങച്ചം, ഞാൻ ചെയ്തത് നന്നായിട്ടുണ്ട് എന്നുള്ള തോന്നലിന് ഒരിക്കലും അയാൾ അവകാശിയാവുകയില്ല. തൻ്റെ ന്യൂനതകളെ മാത്രം കാണുന്ന ഈ വ്യക്തി അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ കണ്ടുകൊണ്ട് എന്നെപ്പോലത്തെ ഒരു ജാഹിലിനെ അള്ളാഹു അവൻ്റെ ഇൽമിൻ്റെ ഫൈളാനിന് വേണ്ടി തിരഞ്ഞെടുത്തല്ലോ എന്ന് മനസ്സിലാക്കി അതിന് ശുക്ർ ചെയ്യുകയും നന്ദി ചെയ്യുകയും താഴ്മ കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ രോഗത്തിൽ അയാൾ ഒരിക്കലും പെടുകയില്ല എന്ന് അള്ളാഹുവിന്റെ അഹ്ലുകാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു. जब बंदा ये तीनों नुफूस से जब पाक होकर जब अल्लाह की राह में जाता है तो अल्लाह क्या कहकर इस्तकबाल करता है, या अय्यतुहन नफ्सुल मुतमइन्ना इरजिई इला रब्बिकी राज़ियतम मर्ज़िया, ऐ इत्मीनान पाए हुए नफ्स, लौट अपने रब की तरफ, लौट अपने रब की तरफ. क्या है, कैसा लौट रहा है? तू उससे राजी हो और वो तुझसे राजी है, तू उससे राजी है और वो तुझसे राजी है. फदखुली फी इबादी वदखुली जन्नती, अल्लाह ताला उसकी जन्नत में हमको दाखिल होने की तौफीक अता फरमाए. ഇങ്ങനെ ഈ മൂന്ന് നഫ്സുകളെയും ശുദ്ധീകരിച്ച് മുന്നേറുന്ന അടിമയെ അല്ലാഹു തആല അഭിവാദ്യം ചെയ്യുന്നത്, അവൻ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയതൻ മർദിയ, ഏ സമാധാനിയായ നഫ്സേ, നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങ്. എങ്ങനെയായിരിക്കണം നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങുന്നത്? നീ അവനെ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടും അവൻ നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടുമാണ്. ഇങ്ങനെ അള്ളാഹു നമ്മളെ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഉന്നതമായ ഒരവസ്ഥയിലേക്കാണ് ഈ മഹാന്മാർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആ അടിമയോട് അള്ളാഹു തആല പറയുന്നു, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിക്കുക എന്ന് പറയുന്ന എൻ്റെ അടിമകളിലേക്ക് നീ പ്രവേശിക്കുക. ആ അള്ളാഹുവിൻ്റെ സ്വന്തം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം അള്ളാഹു തആല നൽകുന്നതാണ്. മുഹമ്മദ് നൂറുൽ ഖൽബി ദിയാഉൻ